ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ നാഷണൽ മീഡിയ മുഴുവൻ ഏതാണ്ട് എല്ലാവരും BJPക്ക് അനുകൂലമോ നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലൂടെയാണ് കുറേ കൂടെ ബെറ്ററായി കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസി, അത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുറേ കൂടെ ഭംഗിയായിട്ട് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് ഈ ഇലക്ഷൻ തോൽവിക്ക് ശേഷം ഈ ഗ്രൂപ്പുകളൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തുകയാണ് ചെയ്യുന്നത്. ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യമോ ഇതിനൊരു സ്ട്രാറ്റജി ഇതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണോ നമുക്ക് തോന്നുന്നത്? എനിക്കറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും പലരും ഈ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തത് ഇടതുപക്ഷമാണെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ആദ്യത്തെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത് പാർട്ടിക്ക് സ്വന്തം മറ്റേ ഇടതുപക്ഷമാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആദ്യത്തെ മറ്റേ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് SFI ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ മുമ്പേ നടന്നിട്ടുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞെങ്കിൽ മറ്റേ ഇടത് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ BJP ഒക്കെ എത്രയോ മുൻപ് ട്വിറ്റർ അക്കൗണ്ട് നരേന്ദ്രമോദിക്ക് മറ്റേ പ്രധാനമന്ത്രിയാകുന്നതിന് എത്രയോ മുമ്പുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ഇതിലേക്ക് അങ്ങനെ എത്തുന്നതെന്ന് പറയുന്നത് അത് നേരത്തെ പ്ലാൻ ചെയ്തൊരു സ്ട്രാറ്റജി ആയിട്ടാണ്. അത് അല്ലാതെ ഇതൊരു മറ്റേ സ്വാഭാവികമായിട്ട് ഓർഗാനിക്കായിട്ട് ഒന്നും സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ മറ്റേ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ പാർട്ടികൾക്ക് ഒരു കാര്യത്തും നിങ്ങളൊരു നേതാക്കന്മാരായിട്ട് വളരുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകും. ഇതൊന്നും ഓർഗാനിക്കല്ല. ഇതിനൊരു സ്ട്രാറ്റജി വേണം, ഇതൊരു പ്ലാനിങ് വേണം, ഇതിലൂടെ വളരാൻ പറ്റണം എന്നുള്ള തരത്തിൽ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ട് പലർക്കും പ്രശ്നമുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചീത്തവിളി കേൾക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. പക്ഷേ ഇടതുപക്ഷക്കാരേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തുന്ന BJPക്കാരുണ്ട്, ഈവൻ കോൺഗ്രസ്സുകാരുണ്ട്. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും തന്നെ നേരിട്ട് പോയിട്ട് പോലും മറ്റേ സോഷ്യൽ മീഡിയയിൽ പല മറ്റേ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. ഇവിടെ സാധാരണഗതിയിൽ ചീത്ത എപ്പോഴും കേൾക്കാറുള്ളത് മറ്റേ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഇത് എത്രയോ കാലമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു ഇത് വേണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഇടതുപക്ഷക്കാർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കര ചീത്തപ്പേരുണ്ടാവുന്നുണ്ട്. കാരണം സൈബർ കടന്നലുകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പലയിടത്തും ആളുകളെ ആക്രമിക്കുന്നതായിട്ടൊരു ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിലൊരു ഒരു രീതി വേണം. ഇതിങ്ങനെയല്ല ഇതിന് മുന്നോട്ട് പോകേണ്ടത്, അതിനൊരു മാറ്റം വേണം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇത് മതി എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകും. നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇടതുപക്ഷത്തിനെയാണ്. പക്ഷേ തോറ്റു കഴിഞ്ഞതിന് ശേഷം മാത്രം അത് തിരിച്ചു പറയുക എന്നുള്ളത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം എനിക്ക് വന്ന ഇടതുപക്ഷം ഒരു തോൽവിയിൽ ഇപ്പോൾ CPM കേരളത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം കേരളത്തിലുണ്ടായ വലിയ തോൽവി, സാമാന്യത്തിലധികം വലിയ തോൽവി കേരളത്തിലുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കുറെ കൂടെ വലിയ തോൽവിയാണെന്ന് ഇത്തവണത്തെന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ തോൽവിയിൽ ഈ സൈബർ സ്പേസിൽ ഇടപെട്ടത് ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകൾ ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ലെവലൊക്കെ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുക ഈ നേതാക്കൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ അവരേതെങ്കിലും തരത്തിൽ അവരുടേതായ നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് അതുകൊണ്ടുണ്ടായൊരു തോൽവിയാണ് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്താമെന്ന് മനസ്സിലാവുന്നത്. അല്ല, എനിക്കറിയില്ല. ഇപ്പം MP ജയരാജൻ പൂർണ്ണമായും പറഞ്ഞത് എന്താണെന്നും നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഇത്തരം ഗ്രൂപ്പുകൾ പൊതുവിൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ CPMൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഒക്കെ അനുകൂല ഗ്രൂപ്പുകളായിട്ട് അറിയപ്പെടുകയും അതിൻ്റെ ആളുകളെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ ചില ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരായോ അല്ലെങ്കിൽ CPMനെതിരായോ ഉള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കുക ഈ ഗ്രൂപ്പുകൾ വരെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതിപ്പോഴല്ല, ഞാൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ മകളെ ഒക്കെ എതിരായിട്ട് പലരും അവരെന്തോ ഡാൻസ് കളിച്ചതിനോ അങ്ങനെ അവർ മറ്റേത് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ തിരിച്ചടിച്ചൊരു കാര്യമാണ് ആ യുവതിക്കെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പം അതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു അന്വേഷിച്ച സുഹൃത്ത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഈ വിലക്കെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ആരംഭിച്ച മറ്റൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പാണ് ഇതിൻ്റെ ചർച്ച തുടങ്ങിയത്. ആ ചർച്ചയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ഇടതുപക്ഷക്കാരിങ്ങനെ ചെയ്യുന്നു എന്നൊരു തരത്തിലൊരു പ്രചാരമാണ് നടന്നത് എന്ന് കേട്ടു.
അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കുറച്ച് കാലം മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം നിങ്ങൾക്കൊരു മുന്നനുഭവം ഇല്ലേ ഈ കാര്യത്തിൽ? അപ്പം നമ്മൾ അതിനെ തടയാനായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടതില്ലേ? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയ കാര്യമല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ലോക്കൽ ലെവലിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ വെറുതെ ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക സ്ഥലത്തിൻ്റെ പേരിൽ അവിടുത്തെ CPM എന്നോ CPI എന്നോ പേരിട്ടിട്ട് ഗ്രൂപ്പ് നടത്തുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി കുറച്ച് ഫോളോവേഴ്സൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു, അവരുടെ ഓപ്പറേഷൻ അവരുടെ ആ നിലവിലുള്ള ഫോളോവേഴ്സ് മുഴുവൻ അങ്ങോട്ടേക്ക് പോകും. ഇതിപ്പം നമ്മൾ എത്ര സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ബൈക്ക് ഒരു പയ്യൻ്റെ പേരിൽ ആരംഭിച്ച ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പായിട്ട് മാറി. അരിക്കൊമ്പന് വേണ്ടി ആരംഭിച്ച ഗ്രൂപ്പ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണിത്. ഇതൊരു പുതിയൊരു കാര്യമോ ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പൊട്ടിമുളച്ച കാര്യമൊന്നുമില്ല. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഈ ഇന്ത്യയിലോ ലോകത്ത് മുഴുവൻ നടക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അത് മുൻകൂട്ടി കാണുക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ നിങ്ങളൊരു ഇലക്ഷൻ കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല ഇത്. അത് മുൻകൂട്ടി കാണണം. അതിൽ പ്രശ്നമുണ്ട്, അതുണ്ടാവും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, അതിൻ്റെ ഒരു പദ്ധതി എന്താണ്, നമുക്ക് എന്താണ് പരിപാടി, അങ്ങനെയാണല്ലോ ഇടതുപക്ഷമൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇവർ ഇനിയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്നും അതിനെ തടയാനും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ശരിക്കും ഫോം ചെയ്യുകയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കുകയും